യുക്രൈനെതിരെ റഷ്യയും ഉത്തര കൊറിയയും കൈകോർത്തത് ആശങ്കയോടെയാണ് ലോകം വീക്ഷിച്ചത്. ഭയന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അതിശക്തമായ ആക്രമണമാണ് റഷ്യ യുക്രൈൻ ലക്ഷ്യമാക്കി നടത്തിയിരിക്കുന്നത്. ഒരു പുതിയ ഹൈപ്പർസോണിക് മിസൈലാണ് റഷ്യ പ്രയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഉത്തര കൊറിയയുടെ മിസൈലുകളും റഷ്യ യുക്രൈനെതിരെ പ്രയോഗിക്കുന്നു. യുക്രൈന് നേരെ 60 ഉത്തര കൊറിയൻ മിസൈലുകളാണ് റഷ്യ തൊടുത്തുവിട്ടത്. അതീവ പ്രഹരശേഷിയുള്ള നോൺ ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലായ ഒരഷ്നിക്കിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്ന് പുടിൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ മിസൈൽ അടുത്തിടെ യുക്രൈൻ നഗരമായ ഡിനിപ്രോയ്ക്കെതിരെയുള്ള ആക്രമണത്തിൽ റഷ്യ വിന്യസിച്ചിരുന്നു. യുക്രൈൻ പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങൾ റഷ്യക്കെതിരെ പ്രയോഗിച്ചു തുടങ്ങിയതോടെയാണ് പുടിൻ ഒറഷനിക് ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ യുക്രൈന് നേരെ വിന്യസിച്ചത്. അതിനിടെ ദക്ഷിണ കൊറിയയിൽ പ്രസിഡന്റ് യൂൻ സൂക് സോൾ അടിയന്തര പട്ടാള ഭരണം ഏർപ്പെടുത്തി. പ്രതിപക്ഷത്തിന് ഉത്തര കൊറിയയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് നടപടി. 1980 ശേഷം ആദ്യമായാണ് ഉത്തര കൊറിയയിൽ പട്ടാള ഭരണം പ്രഖ്യാപിക്കുന്നത്. പാർലമെന്ററി നടപടികളും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചതായി സൈന്യം അറിയിച്ചു. മാധ്യമങ്ങളും പ്രസിദ്ധീകരണങ്ങളും സൈനിക നിയമത്തിന് കീഴിലാകും. എന്നാൽ പ്രസിഡന്റിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. അടുത്തിടെ റഷ്യ യുക്രൈനിലെ വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണം രാജ്യത്തെ വൈദ്യുതി വിതരണം പ്രതിസന്ധിയിലാക്കി. 10 ലക്ഷം ആളുകൾക്ക് വൈദ്യുതി നഷ്ടമായി. രാജ്യത്തെ ഊർജ്ജ വിതരണ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തുന്നതെന്നും 100ഓളം ഡ്രോണുകളും 90ലധികം മിസൈലുകളും ഉപയോഗിച്ചാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ റഷ്യ ആക്രമണം നടത്തിയതെന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു. കീവ്, ഒഡേസ, ഖാർക്കീവ് തുടങ്ങിയ നഗരങ്ങളിലാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. 3 പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ഉൾപ്പെടെ യുക്രൈനിലെ 12 മേഖലകളിൽ മിസൈൽ ആക്രമണം ബാധിച്ചിട്ടുണ്ടെന്നും അടിയന്തരമായി വൈദ്യുതി മുടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും യുക്രൈൻ പിന്നീട് അറിയിച്ചു. റഷ്യ തങ്ങളുടെ ആണവ നയം പുതുക്കിയതോടെ ആശങ്കയിലായിരിക്കുകയാണ് യുക്രൈൻ. അമേരിക്ക നൽകിയ ദീർഘദൂര മിസൈലുകൾ രാജ്യത്തിൻ്റെ പക്കലുണ്ടെങ്കിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള റഷ്യയ്ക്ക് മുന്നിൽ ഇവ പ്രതിവിധിയല്ലെന്നാണ് വിലയിരുത്തൽ. ഒരു ആണവായുധം പോലുമില്ലാത്ത രാജ്യമാണ് യുക്രൈൻ. എന്നാൽ റഷ്യയിലാകട്ടെ 5500-ലധികം ആണവായുധങ്ങളുണ്ട്. ഇതുതന്നെയാണ് ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസവും. ആണവായുധം ഏതു നേരവും പ്രയോഗിക്കാമെന്ന റഷ്യയുടെ ഭീഷണി യുക്രൈനെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്.